എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ കർത്താവിന്റെ മാലാഖമാർ നിങ്ങളെ സഹായിക്കും. എന്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവൻ ഞാൻ വിരിക്കും. ഉദ്ധിതനായ എന്റെ പുത്രൻ കൂടുതൽ മഹത്വീകരിക്കപ്പെടാനുള്ള സമയം ആഗതമായിരിക്കുന്നു. സ്നേഹമെന്ന സ്വർഗീയ നിയമം നിങ്ങൾ പാലിക്കുവിൻ. കൂദാശ ജീവിതവും അനുതാപവും വഴി തിരുസഭയോട് ചേർന്ന് നിൽക്കുവിൻ. മരിയൻ അപ്പരീഷൻസ്. തിന്മ പെരുകി വരുന്ന ഈ ലോകത്തിനു മുകളിൽ പ്രഭാത നക്ഷത്രമായി രക്ഷയുടെ പാത കാണിക്കുവാൻ മറിയമിത ലോകമെങ്ങും പ്രത്യക്ഷയാകുന്നു. തൻ്റെ പുത്രൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുക എന്ന രക്ഷാകര ദൗത്യം ആ രക്ഷയുടെ ധ്രുവ നക്ഷത്രം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. മനുഷ്യമക്കൾ മുഴുവനിതാ ഈ പ്രകാശം ദർശിച്ച് രക്ഷയിലേക്ക് നടന്നെടുക്കുന്നു. തിരുസഭയിത മരിയ ഭക്തിയിൽ വളർന്ന് കൂദാശാ ജീവിതത്തിൽ കരുത്തു നേടുന്നു. വിശുദ്ധിയിൽ വളർന്ന് രക്ഷ നേടുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്കെഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4-ാം അധ്യായം 7-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ അക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, ദൈവത്തെയാണ് അവഗണിക്കുന്നത്. കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പൗലോസ്ലീഹ 5-ാം അധ്യായത്തിൽ പറയുന്നത്: സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദനയുണ്ടാകുന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിലാരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്കുണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും
രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്കു വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരോന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. അതെ, കർത്താവിൻ്റെ ദിനം ആഗതമാകുന്നു. കാലം അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ അമ്മ ഇതാ മുൻപത്തേക്കാളുപരി തിരുസഭയിൽ സജീവയാകുന്നു. ഒരു വ്യക്തിയുടെ ആത്മാവിനെ പോലും തിന്മയ്ക്കു നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. ഏതു കൊടുംപാപിയും തൻ്റെ പുത്രൻ്റെ സ്നേഹം നുകരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അതിനായി അവൾ ഓരോ അൾത്താരകൾക്കരികിലും രക്ഷയുടെ പാനപാത്രവുമേന്തി കാത്തിരിക്കുന്നു. മാനസാന്തരപ്പെടുക, വിശുദ്ധിയിൽ വളരുക എന്ന സുവിശേഷ സന്ദേശം അവൾ ലോകമെങ്ങും പ്രഘോഷിക്കുന്നു. ഭക്തിയുടെ പുറംമോടി ധരിച്ച് തിന്മയിൽ കഴിയുന്ന ജീവിതങ്ങളെ ഓർത്ത് അമ്മ ഏറെ വേദനയാർന്ന് കരയുന്നു. പുറമേ ദൈവഭക്തി നടിക്കുകയും തിന്മ നിറഞ്ഞ ജീവിതം നയിക്കുകയും ചെയ്യുന്നത് ഇന്ന് ഏറെ പെരുകി വരുന്നു. വിശുദ്ധമായുള്ളവയെ വിശുദ്ധമായി കരുതുകയും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ വളരാനും മറിയം നമ്മെ ക്ഷണിക്കുന്നു. നന്മയുടെ രൂപം ധരിച്ച് തിന്മ മനുഷ്യരെ കീഴ്പ്പെടുത്തുന്നു. യേശുനാമം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെല്ലാം അവൻ അസ്വസ്ഥത വിതറുന്നു. വിധേയത്വവും സ്നേഹവും തകർത്തുകൊണ്ട് ശുശ്രൂഷകരുടെ ഇടയിൽ അവൻ വ്യാപരിക്കുന്നു. വചനപ്രഘോഷണ പ്രവർത്തനങ്ങളെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കുപയോഗിക്കുവാൻ അവൻ ശുശ്രൂഷകരുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. അങ്ങനെ അവരെ പതുക്കെ പണം, അധികാരം, പ്രശസ്തി എന്നിവയിൽ തളച്ചിടുന്നു. പ്രാർത്ഥനാ ജീവിതം തകർത്തും കൂദാശ ജീവിതം മുടക്കിയും അവൻ ശുശ്രൂഷകരെ വഴിതെറ്റിക്കുന്നു. ലോകമെങ്ങും യേശുനാമം എത്തുക എന്ന രക്ഷാകര ദൗത്യത്തിന് അങ്ങനെ അവൻ തടയിടുന്നു. തിരുസഭയുടെ പഠനങ്ങളിൽ നിന്നും മാറി വ്യക്തിപരമായി വചനം വ്യാഖ്യാനിക്കുവാൻ ഇത്തരക്കാർ മുതിരുന്നു. ലോകാവസാനം പോലുള്ളവ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തി ഇവർ വശീകരിക്കുന്നു. കൂദാശ ജീവിതവും അനുതാപവും വഴി വിശുദ്ധിയിൽ വളരുക എന്ന തിരുസഭയുടെ സ്നേഹകൽപ്പന അങ്ങനെ അവർ വളച്ചൊടിക്കുന്നു. കൂദാശകൾ വെറും ആചാരങ്ങളാണെന്നും എല്ലാറ്റിനുമുപരി രക്ഷ എന്ന പദമാണെന്നും അവൻ ഏറെ പ്രചരിപ്പിക്കുന്നു. തിരുസഭയുടെ വിശുദ്ധിയും സൗന്ദര്യവും കൂദാശകളിൽ അടിസ്ഥാനമിട്ടതാണെന്നിരിക്കെ അതിൽ നിന്നും ആളുകളെ അകറ്റുക എന്ന തന്ത്രം അങ്ങനെ അവൻ നിർവഹിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തകാരുണ്യവും മഹത്വവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ കുർബാനയെ ഏറ്റവും പൂജിതമായി ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും അമ്മ നമ്മെ ക്ഷണിക്കുന്നു. കാരണം കൂദാശകളില്ലാതെ മനുഷ്യമക്കൾക്ക് വിശുദ്ധിയിൽ വളരുവാൻ കഴിയില്ലെന്ന് സ്വർഗരാജ്ഞി മനസ്സിലാക്കുന്നു. വിശുദ്ധിയുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന തിരുസഭയെ അവൾ അതുകൊണ്ട് ഏറ്റവും നിർമ്മലമായി പരിപാലിക്കുന്നു. മറിയത്തിൻ്റെ പ്രത്യക്ഷങ്ങളെ കണ്ടെത്തിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ചെല്ലുന്നത് പഴയ യൂഗോസ്ലോവാക്യയിലെ, അതായത് ബോസ്നിയ ഹെർസഗോവിന എന്ന രാജ്യത്തെ മെഡ്ജുഗോറിയ എന്ന ദേശത്തേക്കാണ്. 1981 മുതൽ തുടർച്ചയായി ഇവിടുത്തെ 6 കുട്ടികൾക്കാണ് അമ്മ തൻ്റെ ദർശനമേകിയത്. വിസ്ക, മിറിയാന, ഇവാങ്ക, മരിയ എന്നീ
4 പെൺകുട്ടികൾക്കും ഇവാൻ, യാക്കോബ് എന്നീ ആൺകുട്ടികൾക്കുമാണ് അമ്മ ദർശനമേകിയത്. ജൂൺ 24-ന് ഇവരെല്ലാം വൈകുന്നേരം കുന്നുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഒത്തുചേർന്ന് കളിക്കുന്ന സമയം നമ്മുടെ അമ്മ ഇവരുടെ ചാരെ പ്രത്യക്ഷയായി. അമ്മയുടെ സമീപത്തേക്ക് അമ്മ ഈ കുഞ്ഞുങ്ങളെ കരം കൊണ്ട് വിളിച്ചെങ്കിലും ആശ്ചര്യപ്പെട്ട കുട്ടികൾ പോകാതെ മടിച്ചു നിന്നു. ഏറെ സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിൽ വലിയ ദിവ്യപ്രഭ നിറഞ്ഞു വന്നു. പ്രാർത്ഥനയിൽ മുഴുകിയ കുട്ടികളുടെ സമീപത്തു നിന്ന അമ്മ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് മടങ്ങി. കുന്നിൻ മുകളിൽ വച്ച് ദിവ്യത്വം നിറഞ്ഞ ഒരമ്മയെ കണ്ടു എന്ന് കുട്ടികൾ പലരോടും പറഞ്ഞെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. പിറ്റേന്ന് വൈകുന്നേരം കുട്ടികൾ ആ സമയത്ത് മലയുടെ മുകളിലെത്തി. ഏതാനും ഗ്രാമവാസികളും അവരെ അനുഗമിച്ചിരുന്നു. അപ്പോൾ വലിയൊരു പ്രകാശം ആകാശത്തു നിന്നും താഴേക്കിറങ്ങി വരുന്നതായും കുട്ടികളുടെ ചാരെ നിലകൊള്ളുന്നതായും ഗ്രാമവാസികൾ ദർശിച്ചു. എന്നാൽ കുട്ടികൾക്ക് പ്രകാശത്തിനുള്ളിലുള്ള അമ്മയെ വ്യക്തമായി ദർശിക്കുവാനും അമ്മയുടെ സ്വരം ശ്രവിക്കുവാനും സാധിച്ചു. പിന്നീട് അമ്മ അവരോടുകൂടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ജപിക്കുകയും ത്രിത്വസ്തുതി ചൊല്ലുകയും ചെയ്തു. 10 മിനിറ്റോളം കുട്ടികളോടൊത്ത് അമ്മ ചിലവഴിച്ചു. അവസാനം കുഞ്ഞുങ്ങളായ നിങ്ങൾ ഏറെ വിശ്വസ്തരായിരിക്കണമെന്നും സമാധാനത്തിൽ ജീവിക്കാനായി പ്രാർത്ഥിക്കണമെന്നും ഓർമ്മിപ്പിച്ച് അമ്മ മടങ്ങി. പ്രത്യക്ഷീകരണത്തെക്കുറിച്ചുള്ള വൃത്താന്തം കാട്ടുതീ പോലെ പരന്നു. മിക്കവരും അത് കെട്ടുകഥയായി കരുതി. ജിജ്ഞാസുക്കളായ ആയിരക്കണക്കിന് ആളുകൾ 3-ാം ദിവസം സംഭവസ്ഥലത്തെത്തി. അമ്മൂമ്മയുടെ നിർദ്ദേശപ്രകാരം വിസ്ക എന്ന കുട്ടി വെഞ്ചരിച്ച വിശുദ്ധജലം കൂടെ കൊണ്ടുവന്നിരുന്നു. സ്ഥലം മുഴുവൻ ശക്തമായ പ്രകാശത്താൽ പ്രഭാപൂരിതമായി. മാതാവ് പ്രത്യക്ഷമായ ഉടനെ വിശുദ്ധജലം മാതാവിൻ്റെ മേൽ തളിച്ചുകൊണ്ട് വിസ്ക പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ മാതാവാണെങ്കിൽ ഞങ്ങളോടൊത്ത് തങ്ങുക, മാതാവല്ലെങ്കിലോ ഉടനടി സ്ഥലം വിടുക. അതിമനോഹരമായ ഒരു പുഞ്ചിരിയാൽ മാതാവ് തൻ്റെ സന്തോഷം പ്രകടമാക്കി. 3-ാം ദിവസത്തെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതായിരുന്നു: ഞാൻ പരിശുദ്ധ കന്യകാമറിയമാണ്. ആഗമനോദ്ദേശം ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുക, അനുരഞ്ജിപ്പിക്കുക എന്നതാണ്. എൻ്റെ സുപ്രധാന സന്ദേശം സമാധാനം, മനപരിവർത്തനം, പ്രാർത്ഥന, പ്രായശ്ചിത്തം എന്നിവയ്ക്കായി ഏവരെയും ആഹ്വാനം ചെയ്യുക എന്നതാണെന്ന് അമ്മ പറഞ്ഞു. 4-ാം ദിവസമായപ്പോഴേക്കും ജൂൺ 27-ന് പ്രത്യക്ഷീകരണത്തിന് പൊതുജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിച്ചു. അതോടെ സെർബിയക്കാർക്ക് ഭൂരിപക്ഷമുള്ള മാർക്സിസ്റ്റ് ഭരണകൂടത്തിന് വേവലാതിയായി. കുട്ടികളെ പലവിധത്തിൽ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവരെ കർക്കശമായ വൈദ്യപരിശോധനയ്ക്കും ടെസ്റ്റുകൾക്കും വിധേയരാക്കി ഭീഷണിപ്പെടുത്തി. അവർ മാനസിക രോഗികളും മതനേതാക്കളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി നുണ പറയുന്നവരുമാണെന്ന് സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു തന്ത്രം. 2-ലും ഭരണാധികാരികൾ പരാജയപ്പെട്ടു. തങ്ങൾ മാതാവിനെ കണ്ടു എന്ന പ്രസ്താവനയിൽ ധൈര്യപൂർവം 6 പേരും ഉറച്ചുനിന്നു. സ്ഥലത്തെ വികാരിയച്ഛനായ ജോസോ സോവ്കോ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും പ്രത്യക്ഷീകരണത്തിൻ്റെ മലയിലെ ജനക്കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിൽ നിന്നും മാത്രമല്ല, നാടുകളിൽ നിന്നു പോലും ആളുകൾ വന്നിരുന്നു. 5-ാം ദിവസം തന്നെ 15,000-ൽ പരം പേർ തിങ്ങിക്കൂടിയിരുന്നുവെന്ന് രേഖകൾ സാക്ഷിക്കുന്നു. അന്നു മുതലുള്ള കൂടിക്കാഴ്ചകളും ചോദ്യോത്തരങ്ങളും
ശബ്ദലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അധികാരികളുടെ പരിഭ്രമം വർദ്ധിച്ചു വന്നു. നയവും ബലവും പ്രയോഗിച്ച് ദർശനക്കാരെ സ്ഥലത്തുനിന്നകറ്റുവാൻ അവർ പരമാവധി ശ്രമിച്ചു. എങ്കിലും ജനങ്ങൾ അങ്ങോട്ടേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ജനങ്ങളുടെ അപേക്ഷയനുസരിച്ച് ദർശനവേദി ദേവാലയമായി തീർന്നു. അതോടെ ആധ്യാത്മിക നവോത്ഥാനത്തിന് തുടക്കമായി. വൈകുന്നേരത്തെ കൊന്തയ്ക്കും കുർബാനയ്ക്കും പള്ളി നിറച്ച് ആളുകളായി. 600 പേർക്കുള്ള സംവിധാനത്തിൽ പലപ്പോഴും 80,000 പേരോളം ജനങ്ങൾ തിങ്ങിക്കൂടി. കുമ്പസാരിപ്പിക്കുവാൻ കൂടുതൽ അച്ഛന്മാരെയും ആവശ്യമായി വന്നു. കാലാന്തരത്തിൽ മെഡ്ജുഗോറിയെ ലോകപ്രസിദ്ധമായി. തീർത്ഥാടകർ അങ്ങോട്ട് പ്രവഹിക്കുവാൻ തുടങ്ങി. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ 15 മില്യണിലധികം ജനങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പലരും വീണ്ടും വീണ്ടും സന്ദർശിക്കുന്നവരും അതിനായി ആഗ്രഹിക്കുന്നവരുമാണ്. ദൈവസാന്നിധ്യപൂരിതമാണ് ആ സ്ഥലമെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മെത്രാന്മാരും കർദിനാൾമാരും 10,000-കണക്കിന് വൈദികരും സന്യാസിനികളും അവരിൽ പെടുന്നു. മാതാവിൻ്റെ ദർശനം ലഭിച്ച കുട്ടികൾ ഇന്ന് പ്രായത്തിലും പെരുമാറ്റത്തിലും പക്വത പ്രാപിച്ച സ്ത്രീകളും പുരുഷന്മാരുമാണ്. എല്ലാവരും വിവാഹിതരാണ്. മിക്കവരും പ്രാർത്ഥിക്കുക, അനുദപിക്കുക, ഉപവസിക്കുക, കൊന്തയെത്തിക്കുക, എൻ്റെ ഹൃദയത്തിന് സദൃശ്യരാകുക, ദൈവത്തോടും മനുഷ്യരോടും സമാധാനത്തിൽ ജീവിക്കുക എന്ന സമാധാന രാജ്ഞിയുടെ സന്ദേശം ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ ചുറ്റി സഞ്ചരിക്കുകയാണ്. മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സിംഹഭാഗവും ചിലവഴിച്ചത് അവരെ ക്രിസ്തീയ വിശ്വാസത്തിലും വിശുദ്ധിയിലും പരിശീലിപ്പിക്കുവാനായിരുന്നു. ഇന്നു മാതാവ് വിസ്ക, മരിയ, ഇവാൻ എന്നിവർക്കു മാത്രമേ അനുദിനം ദർശനമരുളുന്നുള്ളൂ. മാസത്തിലൊരിക്കൽ ജനങ്ങൾക്കു വേണ്ടിയുള്ള സന്ദേശം അവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റുള്ള 3 പേർക്ക് ആണ്ടിലൊരിക്കൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. മെഡ്ജുഗോറിയയിലെ നമ്മുടെ അമ്മയുടെ പങ്കുവയ്ക്കലുകൾ ഇന്നും രേഖപ്പെടുത്തപ്പെടുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ഇത് കൃപാവരത്തിന്റെ കാലമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഈശോയ്ക്ക് നന്ദി പറയുവാൻ നിങ്ങൾ ശീലിക്കുവിൻ. നിങ്ങൾക്കുള്ളവയിൽ സന്തോഷം കണ്ടെത്തുവിൻ. കഴിഞ്ഞുപോയ ദുഃഖത്തിന്റെ ഓർമ്മകൾ മറന്നുകളയുവിൻ. നിങ്ങളുടെ ആകുലതകളും ദുഃഖങ്ങളും ദിവ്യബലിയിൽ ഈശോയോട് പങ്കുവയ്ക്കുവിൻ. ദൈവപദ്ധതിയുടെ മഹത്വമറിയാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവിൻ. മാനസാന്തരത്തിൻ്റെ സന്ദേശം മുഴക്കി അമ്മയിതാ ലോകം മുഴുവൻ ഇടപെടുന്നു. കൂദാശകളിലേക്ക് ചേർത്തണയ്ക്കുന്ന സാന്നിധ്യമായി മറിയം തിരുസഭയിൽ വ്യാപരിക്കുന്നു. തിന്മയുടെ ഗൂഢതന്ത്രങ്ങളെ അമ്മ മുൻകൂട്ടി തിരിച്ചറിയുന്നു. പാപജീവിതം ഉപേക്ഷിച്ച് തൻ്റെ പുത്രൻ്റെ സവിധെ വ്യാപരിക്കുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ തൻ്റെ പുത്രൻ്റെ സവിധെ ചേരുന്ന കാലത്ത് അമ്മ സ്വർഗത്തിൽ വീണ്ടും ഒരു മാഗ്നിഫിക്കാത്ത ആലപിക്കും. നമ്മുടെ നാഥൻ വീണ്ടും അമ്മയെ സ്വർഗത്തിൽ ഉന്നതമായി ബഹുമാനിക്കും.
മക്കളെ ഉണർന്നിരുന്നിടുവിൻ. ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത ജീവിതവും നിങ്ങൾ നേടിയിടുവിൻ. രാജ്യം രാജ്യത്തിനെതിരാകും, ഭീകരയുദ്ധങ്ങളുളവാകും, പീഡനവും ദുഃഖദുരിതങ്ങളും നാശത്തിൻ ദിനമണയുന്നു. മക്കളെ ഉണർന്നിരുന്നിടുവിൻ. പരിശുദ്ധമാം കുർബാനയും ജപമാല പ്രാർത്ഥനയും ശക്തിയായി നേടിയിടുവിൻ. മനുഷ്യൻ ഈശോയെ മറക്കുന്നു, വീണ്ടും ക്രൂശിൽ തറയ്ക്കുന്നു. അഹങ്കാരവും സുഖമോഹവും അവരുടെ ദൈവമായി മാറുന്നു. മക്കളെ ഉണർന്നിരുന്നിടുവിൻ. അനുതാപമേകും തിരുവചനം ആത്മാവിൽ നിറച്ചിടുവിൻ. ശക്തരായി തീർന്നിടുവിൻ. ദൈവം സ്ഥാപിച്ച കുടുംബങ്ങളെ നരകക്കെണിയിൽ വീഴ്ത്തിയിടാൻ ഇരുളിൻ ശക്തികളണയുന്നു. വഞ്ചകരായവർ അണയുന്നു. മക്കളെ ഉണർന്നിരുന്നിടുവിൻ. ഭിന്നതയും കലഹങ്ങളും എല്ലാം ക്ഷമിച്ചിടുവിൻ. കൈകോർത്തു പ്രാർത്ഥിക്കുവിൻ. തമ്മിൽ സ്നേഹിക്കുവിൻ. തമ്മിൽ സ്നേഹിക്കുവിൻ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിതവീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസ